ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇപ്പോൾ സമയം എത്രയെന്ന് കണ്ടില്ലേ? 12:14. നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ? എല്ലാവരും വായോ. നാട്ടിൽ അവധിക്ക് വരുന്ന എല്ലാ പ്രവാസികളുടെ ഒരു ആഗ്രഹമാണ് നാട്ടിൽ നമ്മൾ വെക്കേഷന് വന്നു കഴിയുമ്പോൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകണം, അല്ലെങ്കിൽ വെക്കേഷൻ നന്നായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് അബുദാബിയിലെ നല്ല ചൂടുള്ള സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര മഴ. എല്ലാ ദിവസവും എവിടെയെങ്കിലും ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ നോക്കി എങ്ങോട്ട് പോകണം എന്നുള്ളത്. പക്ഷേ ഈ മഴ കാരണവും പിന്നെ ചിലയിടത്തൊക്കെ റോഡ് ഒലിച്ചു പോകുന്നു, അങ്ങനത്തുള്ള ഇതൊക്കെ കാരണം നമ്മൾ സേഫായിട്ടൊരു സ്ഥലത്ത് പോകണമല്ലോ. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾ ധനുഷ്കോടി, തമിഴ്നാട്ടിലുള്ള ധനുഷ്കോടിയിലേക്ക് വിട്ടാലോ എന്നോർത്തത്. തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങനെ അധികം മഴയുമില്ല, അപ്പോൾ പിന്നെ സേഫാണല്ലോ പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഏകദേശം രാത്രിയിൽ ഒരു 12:15 ആയപ്പോഴാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടോ. അതായത് ഏർലി മോർണിംഗ് 12:15 ആയപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് എസ് വളവ് എന്ന് പറയും കേട്ടോ. അതായത് ഞങ്ങളുടെ സ്ഥലം പുനലൂരാണ്. പുനലൂർ കഴിഞ്ഞിട്ട് തെമ്മല, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നൊരു മെയിൻ വളവാണ് ഈ എസ് വളവ്. നമ്മുടെ തമിഴ്നാട് ബോർഡറിനോട് തന്നെ ചേർന്ന് വരുന്നൊരു വളവാണ്. ഈ വളവ് ഭയങ്കര ഫേമസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആക്സിഡൻറ്റ്സ് നടക്കുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഈ വളവിനെപ്പറ്റി നന്നായിട്ട് അറിയാം. നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യണം കേട്ടോ. അത്ര ഒരു പാഴുള്ളൊരു വളവാണ്. ഇവിടെ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും ഒത്തിരി ആക്സിഡൻറ്റ്സ് നടക്കാൻ ചാൻസസ് ഉള്ളൊരു വളവാണ് കേട്ടോ ഈ വളവ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ കയറാറായി കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഏകദേശം കയറിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഏകദേശം ഇപ്പോൾ എനിക്കൊന്ന് സമയം ഒരു 3 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് തമിഴ്നാട്ടിലെത്തിയിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഒരു ചായയും എന്തെങ്കിലും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ച കാര്യം, ഇത്രയും നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുവാണല്ലോ ഉറങ്ങാതെ. അപ്പം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെയുള്ള ആൾ വേണമല്ലോ. അപ്പോൾ കൂടെയുള്ള ആളും എപ്പോഴും ചായയൊക്കെ കുടിച്ച് ആക്റ്റീവായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആകെ തമിഴ്നാട് എത്തിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ചായ കുടിക്കുന്നത്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മണി 3:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം അപ്പം എനിക്ക് വിശന്ന് തുടങ്ങി. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ 2 മണിക്കൂറോടെ കഴിഞ്ഞ് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എവിടെയെങ്കിലുമൊക്കെ ഷോപ്പൊക്കെ തുടങ്ങുമല്ലോ, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ച് എനിക്കപ്പോൾ ഒരു സമയം ഓർമ്മയുണ്ട്. എനിക്കൊരു 3-3:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടീ കുടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ട്രിപ്പ് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ നൈറ്റ് ഡ്രൈവ് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് രാത്രിയിൽ ഇങ്ങനെ ഒരു ഡ്രൈവ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് പക്ഷേ ഇതിന് മുന്നേയും ഒത്തിരി പോയിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം രാത്രി തൊട്ട് രാവിലെ വരെ ഇങ്ങനെ ഫുള്ള് നേരം വെളുക്കുന്നത് വരെ, നേരം പരപര വെളുക്കുന്നത് വരെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഉണർന്നിങ്ങനെ റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആകാശത്തിൻ്റെ ആ മാറ്റങ്ങളും വരുന്ന മാറ്റങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു അനുഭവമായിരുന്നു അത് കേട്ടോ. രാത്രി തൊട്ട് രാവിലെ വരെ ഇങ്ങനെ ഓരോ മൂമെൻറ്റ്സും ഇങ്ങനെ വാച്ച് ചെയ്ത് നമ്മൾ പോകുന്നത്. പക്ഷേ നൈറ്റ് ഡ്രൈവ് പോകുന്ന എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രാത്രിയിലായിരിക്കും ഈ ട്രക്കുകളും വലിയ വലിയ വണ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. അതേപോലെ ഉറങ്ങാൻ ചാൻസസ് ഉള്ളവർ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഉറങ്ങിയിട്ടൊക്കെ വേണം ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അത് മാത്രമാണ് മെയിനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇല്ലെങ്കിൽ നല്ല സേഫാണ്. കാര്യം ഒത്തിരി ട്രാഫിക്കൊന്നും കാണത്തില്ല. അതേ ഞങ്ങൾ 12:15 രാത്രിയിൽ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഏകദേശം പാമ്പൻ ബ്രിഡ്ജ് എത്തിയപ്പം 6:30 ഒക്കെ ആയപ്പോഴത്തേനും, ഞങ്ങൾ 6:15 6:30 ഒക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തി. നമുക്ക് ഏർലി മോർണിംഗ് വ്യൂ കാണാൻ പറ്റി. കാര്യം തമിഴ്നാടായതുകൊണ്ട് രാവിലെ നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്ത് എല്ലാം കറങ്ങി കാണാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഏർലി മോർണിംഗ് എത്തുന്ന രീതിയിൽ വന്നു. അപ്പം നമുക്ക് അധികം വെയിലൊന്നും കൊള്ളാതെ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും പോകാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. കണ്ടോ, ഈ വ്യൂ ഒക്കെ അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതും ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ട്രിപ്പ് മറക്കത്തേയില്ല. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ നൈറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഈ ധനുഷ്കോടിയിലോട്ട് വന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ.
രാമേശ്വരമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ രാമേശ്വരം കഴിഞ്ഞാണ് ഈ ധനുഷ്കോടിയിലോട്ട് പോകുന്നത്. ഏകദേശം പുനലൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ വരെ വരാൻ വേണ്ടി 350 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. അറൗണ്ട് 350 കിലോമീറ്റേഴ്സ്. അതേപോലെ തന്നെ സമയം നോക്കുവാണെങ്കിൽ 7.5 hours ആണ് കാണിച്ചു തരുന്നത്. പക്ഷേ രാത്രിയിൽ അങ്ങനെ അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വിട്ടടിച്ചിങ്ങനെ പോരുന്നത് കൊണ്ട്, വിട്ടടിച്ച് പോകുന്നത് വെച്ചാൽ എല്ലാ ട്രാഫിക് റൂൾസും പാലിച്ചുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഏകദേശം രാവിലെ തന്നെ ഇവിടെ എത്താൻ പറ്റി. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ വേറൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അതിനെപ്പറ്റി ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ പേരാണ് പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് 1914 ഈ കാണുന്ന പാമ്പൻ ബ്രിഡ്ജ് നമ്മൾ കയറി കേട്ടോ ഈ പാമ്പൻ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു റോളിംഗ് ലിഫ്റ്റ് സ്പാൻ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ലാസ്റ്റ് കാണാൻ പറ്റും അതിൻ്റെ പണിതിരിക്കുന്ന ഒരു രീതിയിൽ വെച്ച് ഇതിൻ്റെ ഒരു ലിഫ്റ്റ് സ്പാൻ മേപ്പോട്ട് പൊങ്ങാൻ പറ്റുന്ന കണക്കൊരു സ്ട്രക്ചർ പോലെ, ഒരു ആർക്ക് പോലെ അവരത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെയിൽവേ ട്രാക്ക് കൂടെ ഇതിനകത്തൂടെ പോകുന്നുണ്ട്. ഈ ബ്രിഡ്ജിൽ കൂടെ കണ്ടില്ലേ, ഒരു റെയിൽവേ ട്രാക്ക് കൂടെ പോകുന്നുണ്ട്. ഈ റോളിംഗ് ലിഫ്റ്റ് സ്പാൻ ഈ കാണുന്നതാണ് കേട്ടോ. ഈ മേളിൽ കൂടെ ഇങ്ങനെ പോയിരിക്കുന്നില്ലേ, അതാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ 2025 ഇതിൻ്റെ പുതിയ ബ്രിഡ്ജിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞത്. ദൈവമേ, അവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പറന്നു പോകുന്ന അത്ര കാറ്റായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.